നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ മത്സരത്തിൽ അൽ നസർ അൽ ഇത്തിഫാക്കിനെതിരെ ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ് നടത്തി വിജയിക്കുകയായിരുന്നല്ലോ. ഗോൾ കീപ്പർക്ക് കളിയുടെ തുടക്കത്തിൽ തന്നെ റെഡ് കാർഡ് കിട്ടിയിട്ട് 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് 2 ഗോളിന് പുറകെ പോയിട്ട് 18കാരൻ പയ്യനെ ഗോൾ കീപ്പറാക്കി നിർത്തി അവൻ്റെ മിസ്റ്റേക്കിലാണ് 2 ഗോളും വീഴുന്നത്. ക്രിസ്ത്യാനോയെ ഹാഫ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ട് പിന്നീട് അതിഗംഭീരമായിട്ട് അവർ തിരിച്ചു വന്നൊരു വരവ്, അത് കൈയടിക്കപ്പെടേണ്ട ഒന്നാണ്. അതിൻ്റെ തുടർച്ച ഇന്നുണ്ടാവുമോ എന്നാണ് ആരാധകർ നോക്കുന്നത്. 2-3 അൽ ഇത്തിഫാക്കിനെ സാദിയോ മാനയുടെ ബ്രേസിൻ്റെ ബലത്തിൽ പരാജയപ്പെടുത്തിയ അൽ നസർ ഇന്ന് വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു. ഇന്ന് സൗദി അറേബ്യയിലെ റിയാദിൽ അൽ നസർ അൽ തവൂണുമായിട്ട് ഏറ്റുമുട്ടുന്നു. മറ്റൊരു ടഫ് ഓപ്പണൻസ് ആണ് അൽ നസറിൻ്റെ മത്സരം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30. ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്യുമോ? യെസ്, CR7 കളിക്കും, സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അദ്ദേഹം തൻ്റെ പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക്, ഗെയിം റിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രീ സീസൺ ഇല്ലാതെയാണല്ലോ അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയത്. എന്നിട്ടും അദ്ദേഹം ആദ്യ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ട് ഗോൾ അടിച്ചിരുന്നു. കഴിഞ്ഞ കളിയിൽ പിന്നെ ടാക്ടിക്സ് മാറ്റേണ്ടി വന്നു കോച്ചിന്, കാരണം 10 പേരായിട്ട് ടീം ചുരുങ്ങിയിരുന്നല്ലോ. ഏതായാലും ഇപ്പോഴിതാ അൽ തവൂണിനെതിരെ CR7 സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള വിവരം ലഭിക്കുന്നു. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അൽ നസറിൻ്റെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് 11-ൽ ആരൊക്കെ ഉണ്ടാകുമെന്ന്. സിമാക്കൻ മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് വിവരം. അങ്ങനെയെങ്കിൽ ഗോൾ കീപ്പറായിട്ട് നവാഫ് അൽ അഖീദിയെ പ്രതീക്ഷിക്കുന്നു. ഡിഫൻസിൽ സിബാക്കനും അൽ അംറിയും, ഇരു പാർശ്വങ്ങളിലായിട്ട് മാർട്ടിനസും ബൗഷലും അടക്കം. അങ്ങനെയായിരിക്കും അവരുടെ ഒരു ഡിഫൻസ്. അതായത് സിബാക്കൻ, മാർട്ടിനസ്, അൽ അംറി, ബൗഷൽ, ഈ രൂപത്തിലുള്ള ഒരു ഡിഫൻസ് പ്രതീക്ഷിക്കുന്നു. മധ്യനിരയിൽ സാമു കോസ്റ്റയും ഏഞ്ചലോയും ജാവോ ഫെലിക്സും. മുന്നേറ്റത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തെ സഹായിക്കാൻ സാദിയോ മാനയും കിങ്സ്ലി കോമനും ഇരു പാർശ്വങ്ങളിൽ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അൽ നസറിൻ്റെ ഒരു 11. ആദ്യ മത്സരങ്ങൾ വിജയിച്ചു വന്ന അൽ നസർ ഈ കളി കൂടി വിജയിച്ചുകൊണ്ട് സമ്പൂർണ്ണ ആധിപത്യം പുലർത്താനുള്ള ശ്രമത്തിലാണുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.